രാജശേഖരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജശേഖരൻ, PC ജോർജിന്റെ ഒരു പ്രസ്താവന, ഹസന്റെ പ്രസ്താവന, ഇത്തരം യുദ്ധങ്ങൾ, ഇത്തരം അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് ഉലയുന്നതാണോ കോൺഗ്രസ്? കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഹലോ ശ്രീ രാജശേഖരൻ, താങ്കൾ കേൾക്കാമെങ്കിൽ? കേൾക്കാം. ഞാൻ ഈ മീഡിയ വണ്ണിലെ ചർച്ച രസകരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ചർച്ചയാണ് രസകരമായി തോന്നിയത്. കാരണം ഹസൻ പറഞ്ഞതും KPC പ്രസിഡന്റ് പറഞ്ഞതും ഇത് രണ്ടും അവർ പരസ്പരം മത്സരിച്ച് സംസാരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇതിൽ രണ്ടിന്റെയും സാന്നിധ്യത്തിൽ എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് രസകരമായി തോന്നുന്നത്. ഹസൻ പറഞ്ഞ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന വലിയ ഒരു ജനസമൂഹം, ആ ജനസമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ PC ജോർജ് പറയുമ്പോൾ പെട്ടെന്ന് ആളിക്കത്തുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരുടെ ഒരു പ്രതീതി എന്നുള്ള നിലയിൽ തന്നെ ശ്രീ ഹസൻ സൂചിപ്പിച്ചു, UDF ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട ചീഫ് വിപ്പ് ചില ഘട്ടങ്ങളിലെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്ന കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി ആലോചിക്കണം എന്നാണ് ശ്രീ ഹസൻ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ സമയം കഴിഞ്ഞ് ഉച്ചയ്ക്ക് KPCCക്ക് 3 ജനറൽ സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് AICC അംഗീകരിച്ചത് KPC പ്രസിഡന്റിനെ KPC ഓഫീസിൽ വന്ന് കണ്ട വാർത്താ ലേഖകന്മാരോട് അത് പ്രഖ്യാപിച്ച് തിരിച്ചു പോരാൻ ഒരു പത്രലേഖകൻ ചോദിച്ചതിന് മറുപടിയായിട്ട് യാദൃച്ഛികമായി പറഞ്ഞ മറുപടിയാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. PC ജോർജിനെ സംബന്ധിച്ചുള്ള കുറെ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് UDF ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. UDF നിയന്ത്രിക്കുന്ന UDF നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് KPC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പറഞ്ഞ അഭിപ്രായമാണ്. പക്ഷെ ഈ ചർച്ച കേട്ടാൽ തോന്നും ഹസന് മറുപടിയായിട്ട് KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ ഹസന് മറുപടിയായി PC ജോർജ് ഒന്ന് പറഞ്ഞു, ദേശാടന പക്ഷി എന്ന് വിളിച്ചത് കോൺഗ്രസുകാരാണ് എന്നും പറഞ്ഞു. അതിനും മറുപടി ഒന്നും കണ്ടില്ല കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്. KPC പ്രസിഡന്റ് ഒരിക്കലും ഹസന് മറുപടി പറയുകയോ അവർ തമ്മിലൊരു തർക്കവും ഇല്ല. ഇത് പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ അഭിപ്രായം KPC പ്രസിഡന്റ് പറയുന്നത് തന്നെയാണ്. ആ അഭിപ്രായത്തോട് ഹസന് യോജിപ്പുണ്ട്. ശിവനാട് രാജശേഖരൻ, ഈ ചർച്ച കണ്ടപ്പോൾ താങ്കൾക്കുണ്ടായ രസത്തെക്കാൾ രസകരമായ രീതിയിലാണ് PC ജോർജ് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ചും അദ്ദേഹത്തെ എതിർത്തും അദ്ദേഹം രാജിവെക്കണമെന്നും KM മാണി മുഖ്യമന്ത്രിയാകുന്നത് നന്നായിരിക്കും, രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്നെല്ലാം. ഇനി മറ്റൊന്ന്, കോൺഗ്രസിനകത്ത് ഒരു വിഭാഗത്തിന് ഇപ്പോൾ അഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നു. മുന്നണി മര്യാദകൾക്ക് എതിരായാണ് PC ജോർജ് ഇപ്പോൾ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന്. മുന്നണി മര്യാദകൾക്ക് യോജിക്കുന്ന തരത്തിലാണോ ശ്രീ MM ഹസൻ ഇന്ന് പരസ്യമായി ഇതുപോലൊരു നിലപാട് പറഞ്ഞതും അതിന് മറുപടിയായി അല്ലെങ്കിലും തിരുത്തിക്കൊണ്ട് KPCC പ്രസിഡന്റിന് പറയേണ്ടി വന്നതും? അല്ല, അതില് ഞാൻ PC ജോർജിന്റെ നടപടികളോട് ഒരു വിലയിരുത്തൽ നടത്താൻ ഞാൻ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല. കാരണം KPC പ്രസിഡന്റ് തന്നെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് UDF ചർച്ച ചെയ്ത വിഷയം പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഹസൻ പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ പല ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിൽ PC ജോർജിനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ കാണുന്ന ഒരു വിഭാഗമാണെന്ന് ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ശ്രീ ഹസൻ പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം KPC പ്രസിഡന്റ് പറഞ്ഞതാണ്. ശരി, ശ്രീ ശൂരനാട് രാജശേഖരൻ, ഈ ചർച്ച കാണുന്നവർക്ക്, അത്ര രസകരമായി അല്ലാതെ കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാകും. അത് തീർക്കാൻ ഇപ്പോൾ താങ്കളുടെ ഒരു മറുപടി ഉണ്ടായാൽ ധാരാളമാവുകയും ചെയ്യും. PC ജോർജ് നടത്തുന്ന പരാമർശങ്ങൾ, പരസ്യ പ്രസ്താവനകൾ കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതാണോ? ഈ തരത്തിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് PC ജോർജിനെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? മുന്നണി മര്യാദകൾ PC ജോർജ് പാലിക്കുന്നുണ്ടോ? അതിന് ഉത്തരം PC ജോർജിന്റെ പാർട്ടിയുടെ നേതാവ് ശ്രീ KM മാണി സാറ് ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാണി സാറ് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടുമെന്നും ഇതിന് പരിഹാരമുണ്ടാക്കുമെന്നും UDF നേതാവ് കൂടിയായ KM മാണി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീ രാജശേഖരൻ, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ അജിത്ത്,
മറ്റ് പല രാഷ്ട്രീയ സംഭവങ്ങളും ഇതിന് പിറകിൽ ഉണ്ട് എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു ഭക്തനല്ല താനെന്ന് കെ എം മാണിക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതിന് SNDPയും NSSും എല്ലാം ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ആ പ്രദേശത്തിന്റെ ഒരു രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം. ഇതെല്ലാം ഇതിന് പിറകിലെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ചോദനയായി പ്രവർത്തിക്കുന്നുണ്ടോ? ശ്രീ പ്രസാദ്, ഞാനൊരു ക്ഷമാപണപൂർവ്വം ഒരു റിക്വസ്റ്റ്. ശ്രീ ജയരാജൻ മുമ്പ് പറഞ്ഞ അവിടെ ആ ഘട്ടത്തിലെ ചോദ്യം മറ്റൊരു ഇതിലേക്ക് വഴുതി പോയതുകൊണ്ട് ഇത് ചെയ്തില്ല. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ സോളാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ അദ്ദേഹത്തിന് നേരെ ഒരു വിരലെങ്കിലും ചൂണ്ടാവുന്ന എന്തെങ്കിലും തെളിവുകൾ ഇതുവരെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഉള്ളതിനെ കുറിച്ചും യാതൊരു അടിസ്ഥാനവും ഇല്ല. അതായത് പോലീസ് അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കുന്നു, FIR ഫയൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോയി രഹസ്യം പറയാനും മാത്രം സ്വാതന്ത്ര്യമുണ്ട് ആ സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ കേരളം അറിയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളം അറിയുന്ന ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോ രാഷ്ട്രീയ നേതാവോ മുഖ്യമന്ത്രിയോ അദ്ദേഹം ആൾക്കൂട്ടത്തിൽ അഭിനമിച്ച ജനങ്ങളുടെ പരാതികൾ കണ്ടും കേട്ടും അവരോടൊപ്പം അവരുടെ നടുവിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോഴും നടുവിൽ തന്നെ നിൽക്കുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആർക്കും രഹസ്യം പറയാം. പിന്നെ ആ ചിത്രം പോലും ഒരുപക്ഷെ വ്യാജമായിട്ട് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് പകരം ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ തല മോർഫ് ചെയ്ത് അവിടെ വെച്ചാലും സരിത കോടിയേരി ബാലകൃഷ്ണന്റെ ചെവിയിൽ രഹസ്യം പറയുന്നതായിട്ടുള്ള ചിത്രം വേണമെങ്കിൽ മറുഭാഗത്തിന് ഇറങ്ങി. അങ്ങനെ ഒരു ചിത്രം വന്നില്ല ശ്രീ അജിത്ത്. ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ ഒരു സ്ത്രീ അതിൽ ഉപരി ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? CPM നേതാക്കൾ അല്ലെങ്കിൽ CPMന്റെ പ്രവർത്തകർ PC ജോർജിനെ അനുകൂലിച്ച് കോട്ടയം ജില്ലയിൽ രംഗത്ത് വരുന്നു. ഉമ്മൻചാണ്ടിയെ തുറന്ന് പിന്തുണയ്ക്കാൻ KM മാണി മടി കാണിക്കുന്നു. ഇതിൽ സാമുദായിക രാഷ്ട്രീയം കൂടി ഒരു ഘടകമായി വർത്തിക്കുന്നുണ്ടോ എന്നതാണ്. ഇതിനകത്ത് സാമുദായിക സംഘടനകളും അത് പ്രത്യേകിച്ച് ഇപ്പോൾ NSSO SNDP പോലുള്ള സംഘടനകളൊന്നും ഇതിനകത്ത് ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല, വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല. അവർക്ക് തീർച്ചയായും നിലപാടുണ്ടാകും. ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായർക്കും ഒക്കെ അവരുടെ നിലപാടുണ്ടാകും. പക്ഷേ അവർ ഈ വിഷയത്തിലൊന്നും ഒരു പാർട്ടി ഏത് മുന്നണിയോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ അല്ലെങ്കിൽ PC ജോർജിനോട് അനുഭാവം കാണിക്കുന്നോ എന്നൊന്നും ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല. അതല്ല വിഷയം. അങ്ങനെ ഒരു കമ്മ്യൂണൽ അജണ്ട ഇതിൻ്റെ പിന്നീട് നമ്മൾ ആരോപിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ഈ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാമുദായിക കക്ഷികളുമായിട്ടുള്ള ഒരു ഇതിൻ്റെ ഭാഗമാണ് ശ്രീ PC ജോർജിന്റെ നിലപാടുകളെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശ്രീ മാണി സാർ അത് ശ്രീ KM മാണി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ സംഭവങ്ങൾക്കൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PC ജോർജിന്റെ നിലപാടുകൾ പലപ്പോഴും ഒരു മുന്നണി സംവിധാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും നിലപാടെടുത്തിട്ടുള്ളത്. അത് നിഷേധിക്കുന്നില്ല. പക്ഷേ അതുപോലും മുൻപൊരിക്കൽ അദ്ദേഹം പറയണ്ട എൻ്റെ ഒരു വലിയ ബോംബുണ്ട് ഞാൻ പൊട്ടിക്കും. എന്തോന്ന് ബോംബ്? അല്ലെങ്കിൽ മറ്റേ LDF പറയുന്നുണ്ടല്ലോ മറ്റേ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ തെളിവുകളുണ്ടെന്ന്. എന്തോന്ന്? ഒരു സ്ഫോടനവും ഇല്ല, ഒരു ബോംബും ഉണ്ടായില്ല, ഒരു നനഞ്ഞ പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല എല്ലാവരും. എന്തായാലും PC ജോർജ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു UDF-ൽ. അല്ല, അങ്ങനെ PC ജോർജ് പ്രശ്നം എന്നാരും പറയുന്നില്ലല്ലോ. തൊട്ടുമുമ്പ് ഡോക്ടർ ശിവരാജ് രാജശേഖരൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞു, പ്രസിഡന്റ് മറ്റൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമുണ്ടെങ്കിൽ പോലും പ്രസിഡന്റ് പറയുന്നതാണ് അതിന്റെ അന്തിമമായ അഭിപ്രായം എന്നുള്ള രീതിയിൽ തന്നെയാണ് മറ്റൊരു ജനറൽ സെക്രട്ടറി കൂടിയായ ഡോക്ടർ ശിവരാജ് രാജശേഖരൻ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യമില്ല. ശ്രീ MV ജയരാജൻ, UDF-നകത്തുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ PC ജോർജ് ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനെ അനുകൂലിക്കുകയും അംഗീകരിക്കുകയുമാണ് ഇടതുപക്ഷം. താങ്കളുടെ വാക്കുകളിൽ ജോർജ് ഇനിയും ഇങ്ങനെ സംസാരിക്കണം എന്നതാണോ ഇടതുമുന്നണിയുടെ നിലപാട്? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് രക്ഷാകവചം തീർക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ടോ? ശ്രീ PC ജോർജ് UDF-ന് ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണല്ലോ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് നമ്മുടെ വൈസ് പ്രസിഡന്റ് KPCCയുടെ പ്രസിഡന്റ് ലീവിൽ പോകുമ്പോൾ KPCCയെ നയിക്കേണ്ടുന്ന നേതാവ് പറയുന്നത്. ശ്രീ അജിത്തിന്റെ വാക്ക് കടമെടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നയാളല്ല, അതുകൊണ്ട് പുറത്താക്കി അകത്താക്കണം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. പ്രശ്നമായതുകൊണ്ടാണല്ലോ PC ജോർജിനെതിരായി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെ കോൺഗ്രസ്സുകാർ കയ്യേറ്റത്തിന് മുതിർന്നത്. പ്രശ്നമായതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാർ PC ജോർജ് പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം പോയി ബഹിഷ്കരിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ ശ്രീ അജിത്ത് പറഞ്ഞു, മറുവശം കൂടിയുണ്ട് ശ്രീ MV ജയരാജൻ. പ്രശ്നമല്ലാത്തത് കൊണ്ടാണല്ലോ CPIM ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് എത്തിയിരിക്കുന്നത്.
അല്ല, പ്രശ്നമാണ് എന്നുള്ളത് അവർക്ക് തോന്നാത്തത് കൊണ്ട്, അതാണ് ഞാൻ പറയുന്നത്. CPM പ്രശ്നമല്ല, UDF പ്രശ്നമല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടല്ലോ. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷേ ശ്രീ അജിത്ത് നേരത്തെ പറഞ്ഞു തെളിവൊന്നുമില്ല, നനഞ്ഞ പടക്കം. എന്താ അജിത്ത് വാദിക്കുന്നത്? സരിതയും മുഖ്യമന്ത്രിയും ഒന്നിച്ചുള്ളത് ഒരു ബഹുജന സമ്പർക്ക പരിപാടിയിലല്ല, കോട്ടയത്തെ ജലനിധി പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടന മുഖ്യമന്ത്രിയുടെ തൊട്ട് പിറകിലെ. ഇപ്പൊ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയുടെ ചിത്രം നമ്മൾ ഫോട്ടോ കണ്ടല്ലോ, ഇന്നലെ പങ്കെടുത്തത്. അതിന്റെ പിറകിൽ സരിത പോയിരുന്ന എന്തെല്ലാ പറയുന്നത്. സരിതയും ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയെ കാണാൻ പോയി. തെളിവൊന്ന്, ബിജു ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി 1 മണിക്കൂർ സ്വകാര്യ സംഭാഷണം. ഷാനവാസ് ബിജു എന്ന് പറയുന്ന ഇന്നൊരു ദിവസമെങ്കിലും നമുക്ക് സരിത ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് കരുതിയതാണ്. ശ്രീ MP ജയരാജൻ, ഏതായാലും താങ്കൾ പറഞ്ഞ പോയിന്റുകൾ ഒരുപക്ഷെ അജിത്തിന് അതിന് മറുപടിയും ഉണ്ടാകും. സമയപരിമിതിയുണ്ട്. വളരെയധികം നന്ദി MP ജയരാജൻ, ശ്രീ അജിത് കുമാർ, ശൂരനാട് രാജശേഖരൻ, ഫ്രാൻസിസ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.